വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി നിർമ്മിക്കുന്ന ടൗൺഷിപ്പിന് തറക്കല്ലിട്ടു. കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിന്റെ തറക്കല്ലിടൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ഒരുമയുടെ കരുത്താണ് ഇവിടെ വരെ എത്തിച്ചതെന്നും ജനമൊപ്പം നിൽക്കുമെങ്കിൽ ഒന്നും അസാധ്യമല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 8 മാസത്തിനു ശേഷം മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് സ്നേഹക്കൂട് യാഥാർത്ഥ്യമാവുകയാണ്. കൽപ്പറ്റ ബൈപ്പാസിനോട് ചേർന്നുള്ള എൽസ്റ്റൺ എസ്റ്റേറ്റിലെ 64 ഹെക്ടർ ഭൂമിയിലാണ് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ടൗൺഷിപ്പ് ഒരുങ്ങുന്നത്. ടൗൺഷിപ്പിന്റെ തറക്കല്ലിടൽ ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, വയനാട് എം.പി. പ്രിയങ്ക ഗാന്ധി, എം.എൽ.എമാർ തുടങ്ങിയവർ സാക്ഷികളായി. വയനാട് പുനരധിവാസം ചരിത്രത്തിൽ രേഖപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്രം സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഒന്നും ലഭിച്ചില്ല. ഇനി കിട്ടുമെന്ന് പ്രതീക്ഷയില്ലെന്നും മുഖ്യമന്ത്രി. വലിയ സ്രോതസ് എന്ന നിലക്ക് നാം പ്രതീക്ഷിച്ചത് കേന്ദ്ര സഹായമായിരുന്നു. നിർഭാഗ്യവശാൽ ആ വഴിക്ക് ഇതേവരെ ഒന്നും ലഭിച്ചില്ല. ഇനി എന്താണ് ലഭിക്കുക എന്നത് പഴയ അനുഭവം വെച്ച് പ്രതീക്ഷിക്കാനും കഴിയാത്ത അവസ്ഥ. ഒരു ദുരന്തത്തിനും കേരളത്തെ തോൽപ്പിക്കാനാവില്ല. മനസ്സുകളുടെ ഒരുമയും ഐക്യദാർഢ്യവും മനുഷ്യത്വബോധവും കൊണ്ട് നാം എന്തിനേയും അതിജീവിക്കും. അതാണ് ഈ പുനരധിവാസം നൽകുന്ന സന്ദേശം, മഹാസന്ദേശം. സംസ്ഥാന സർക്കാരിന് പ്രതിപക്ഷം നിരുപാധിക പിന്തുണയാണ് നൽകിയതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. സഹായം നൽകാത്ത കേന്ദ്ര സർക്കാർ നിലപാട് സങ്കടകരമാണ്. പ്രധാനമന്ത്രി കൂടി ഈ സ്ഥലം സന്ദർശിച്ചു പോയപ്പോൾ നമ്മൾ കരുതിയത് ഇത് വലിയ ദുരന്തമായി, തീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുക കൂടി ചെയ്തപ്പോൾ നമ്മൾ കരുതിയത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വലിയ സഹായം ഉണ്ടാവും എന്നാണ്. ദൗർഭാഗ്യവശാൽ അങ്ങനെ ഒരു സഹായം ഉണ്ടായില്ല എന്ന കാര്യം സങ്കടകരമാണ്, പ്രതിഷേധാർഹമാണ് എന്ന് പ്രത്യേകം പരാമർശിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നഷ്ടമായ ജീവിതം തിരിച്ചുപിടിക്കുന്നതുവരെ ഒപ്പമുണ്ടാകുമെന്ന് വയനാട് എം.പി. പ്രിയങ്ക ഗാന്ധി. The Honorable Chief Minister say that the work on it will be completed in a timely fashion. I am sure that some of the issues regarding some beneficiaries who might have been left out will also be looked at. 7 സെന്റിൽ 1000 ചതുരശ്ര അടിയിൽ 402 വീടുകളാണ് നിർമ്മിക്കുന്നത്. കളിസ്ഥലങ്ങൾ, മാർക്കറ്റ്, ആരോഗ്യ കേന്ദ്രം തുടങ്ങി എല്ലാ സൗകര്യങ്ങളും ടൗൺഷിപ്പിൽ ഉണ്ടാകും. കേരള വിഷൻ ന്യൂസ്, വയനാട്.